വീണ പറഞ്ഞ പോലെ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട്. അതെ അല്ലേ? മാളവിക ശ്രീകുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഗായികയാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ആൾ തന്നെയായിരിക്കും. ഇത്തവണ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ ആറ്റുകാൽ പൊങ്കാല നടക്കാനിരിക്കെ ആറ്റുകാൽ അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ടുമായിട്ടാണ് ഇത്തവണ മാളവിക വന്നിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം മാളവികയിലേക്ക് വരാം. തീർച്ചയായും. ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ ആനന്ദപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദി കൈതൊഴുന്നേ ആനന്ദപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദി ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ. ഈ പൊങ്കാല ഉത്സവ വേളയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. അതെ, അത് എല്ലാ ഉത്സവ വേളയിലും മാളവികയുടെ ഒരു പാട്ടെങ്കിലും ഹിറ്റായിട്ട് വരാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭക്തിഗാനങ്ങളിൽ കൂടുതലായി കണ്ടിട്ടുണ്ട് ഗണപതിയുടെ പാട്ടുകൾ, പാട്രിയോട്ടിക് സോങ്ങുകളും ദേശഭക്തി ഗാനങ്ങളും ഒക്കെയും എനിക്ക് തോന്നുന്നു ഓരോ ഒക്കേഷനിലും മാളവികയുടെ ഒരു ഗാനമെങ്കിലും ഉണ്ടാകാറുണ്ട് അല്ലേ? അതൊരു വലിയ ഭാഗ്യമായി തന്നെ കാണുന്നു. മാളവിക ആകാശവാണിയുടെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ദൂരദർശനിലും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായി നിൽക്കുന്നു. അതേസമയം ബേസിക്കലി ഒരു IT പ്രൊഫഷണൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ വിശേഷങ്ങൾ ഞാനിങ്ങനെ പറയുന്നില്ല, മാളവിയോട് വിശദമായി തന്നെ ചോദിക്കാം. ഈ ഒരു പാട്ടിൻ്റെ പിറവി എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബെൻസൺ സ്റ്റുഡിയോ ജഗതിയിൽ ഞാൻ പ്രോഗ്രാംസൊക്കെ സോങ്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്ന ടിജു CL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഓൾറെഡി ഞാൻ പാടിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പാട്ടിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിച്ചതാണ്. അപ്പോൾ ഈ വർഷം അതൊരു നിമിത്തം പോലെ എനിക്ക് തോന്നുന്നു. ഈ വർഷം അതേ ദിവസമാണ് എൻ്റെ പാട്ട് റിലീസാവുന്നത്. അതെ അതെ, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സംഗീതമാണല്ലോ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള ഒരു ഉപഹാരമൊക്കെ ലഭിച്ചു. അതെ അതെ, ഇന്നലെ വലിയ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ 14K വ്യൂസ് ഉണ്ട്. ഒത്തിരി നല്ല അഭിപ്രായങ്ങളൊക്കെ ലഭിക്കുന്നു. അങ്ങനെ ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നതൊക്കെയാണ് ഡോക്ടർ ബിജുകുമാർ ചിലമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയ ഒരു ആർട്ടിസ്റ്റാണ്. ടിജു CL ആൻഡ് ബിജുകുമാർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഗാനത്തിനാണ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ അർഹമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല ഞങ്ങളുടെ ഹാർമോണിയ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു ബാനറിലാണ് സോങ് ഇറങ്ങിയിരിക്കുന്നത്. ഷാജി അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ ഒരുപാട് കോ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, ജ്യോതി, അങ്ങനെ കുറച്ച് പേര്. ഈ ആറ്റുകാലമ്മയെ പറ്റി മാളവിക ആദ്യമായിട്ടാണോ പാടുന്നത്? ഇതിനു മുമ്പ് വേറെ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാൻ കോറസ് ഒക്കെ പാടിയിട്ടുണ്ട്. അതെ അതെ, കോറസ് പാടിയിട്ടുണ്ട്. പക്ഷേ തനിയൊരു ഗാനം ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് സോങ് കിട്ടുന്നത്. ഇതിനു മുമ്പ് പാടിയ പാട്ടിൽ കുറച്ച് ഹിറ്റായിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടിന്റെ കുറച്ച് വരികളൊന്ന് പാടാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഉറപ്പായിട്ടും പാടാം. അതിപ്പോൾ ഏത് പാട്ടാ പാടുക? ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽസ് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡുവറ്റ് സോങ് ഉണ്ട്, അത് ഞാനൊന്ന് രണ്ടുപേര് പാടാം. ഉഷസിൻ പ്രഭയാ നേരിൻ വരമാ നവമാ ജനമാ അണയാ സർവവും നിൻ കൃപാപൂർണമായി മാറ്റിടണേ, ഈ ബലി സ്വീകരിച്ചിടണമേ. ഇതൊരു നന്നായിട്ട് പോയൊരു പാട്ടാണ്. അപ്പോൾ ഈ മറ്റ് മേഖലകളിൽ എങ്ങനെയാണ് മാളവിക ഈ ഭക്തിഗാന സുധ പോലെ അങ്ങനെ ഈ ഭക്തിഗാനങ്ങൾ മാളവികയുടേതായ തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട്. അത് കൂടാതെ മറ്റുള്ളവരുടെ ഗാനങ്ങളുണ്ടാവും, ചലച്ചിത്രങ്ങളിൽ വന്ന ഭക്തിഗാനങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട്. ഗാനമേള സ്റ്റേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പോൾ മാളവിക ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? മെലഡീസ് ആണ് കൂടുതൽ. അതിലേതാണ്? അതില് ഇപ്പോ രാജഹംസമേ പാടാറുണ്ട്. പിന്നെ സത്യം പാട്ടുകാരോട് ഈ വർത്തമാനത്തിൽ കൂടുതൽ പിന്നെന്താ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ? വരുമെന്നൊരു കുറിമാനം തന്നുവോ? നാഥൻ വരുമോ പറയൂ? എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളൊക്കെയാണ്. ഈ സംഗീതം പഠിച്ചത് എവിടെയാണ്? പഠിപ്പിച്ച ഗുരുനാഥന്മാർ, അവരെ പറ്റിയൊക്കെ? ഞാൻ വളരെ കുഞ്ഞിലെ തന്നെ പാട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പാർവതീപുരം പത്മനാഭ അയ്യർ സാറിൻ്റെ അടുത്താണ്. എന്താ പറയുക, സാറിൻ്റെ ഒരു ശിഷ്യയാവാൻ ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. സാറിൻ്റെ ശിഷ്യയാവാൻ സാധിച്ചത് ഈ ജന്മത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി. മാളവിക IT പ്രൊഫഷണലാണ്, പഠിച്ചു വന്നത് അതാണ്. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഇതാണ് എൻ്റെ വഴി, പൂർണ്ണമായും പാട്ടിൻ്റെ വഴി എന്ന രീതിയിലേക്ക് ചിന്ത വരാൻ കാരണം എന്താ? ഇപ്പോൾ ഞാൻ സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ലൈറ്റ് മ്യൂസിക്കിന് തന്നെയാണ് അന്നും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടും പാരലായിട്ട്
കൊണ്ടുപോയിരുന്നു എന്നും. ഇപ്പോഴും ജോലി ഈ ഗാന ഇതുമായിട്ട് മുന്നോട്ട് പോവുക. അതെ. അപ്പൊ ഈ ആകാശവാണിയിലെ ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ അവിടെ പരിപാടികൾ അവതരിപ്പിക്കേണ്ടി വരാറില്ലേ? അത് എനിക്ക് ഇനി ആണ് അതിന് അവസരങ്ങൾ ലഭിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്തെടുത്ത് ഗായത്രി ജ്യോതിഷാണ് എനിക്ക് പാട്ടുകൾ അതിനു വേണ്ടി പറഞ്ഞു തന്നത്. കുടുംബത്തിന്റെ വിശേഷം കൂടി, വീട് എവിടെയാണ്, കുടുംബം, ഹസ്ബൻഡ്? കാരണം ജോലിയും ഗാനങ്ങളും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എൻ്റെ സ്വദേശം ആറ്റിങ്ങലാണ്. അച്ഛൻ, അമ്മ, ഞാൻ ഒറ്റ മകളാണ്. വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് UST ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്നു. അനന്തു എന്നാണ് പേര്. അച്ഛനാണ്. അതെ അച്ഛനാണ്. അപ്പോൾ ഭർത്താവും IT പ്രൊഫഷണൽ തന്നെയാണ്? അതെ. അച്ഛൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അമ്മ RCCയിൽ വർക്ക് ചെയ്യുന്നു, റീജിയണൽ ക്യാൻസർ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ പാട്ടുമായി ബന്ധപ്പെട്ട? അങ്ങനെ ആരും ഇല്ല. പക്ഷെ അമ്മയും അച്ഛനും നന്നായിട്ട് പാടും. പഠിച്ചിട്ടില്ല, പക്ഷെ അവർ രണ്ടുപേരും പാടും. പുറത്ത് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ആദ്യ സ്റ്റാറായ കലാകാരി അതെന്ന് പറയാം. കാരണം കലാകാരന്മാരും വേറെയും കുടുംബത്തിലുണ്ടാവുമായിരിക്കും. പക്ഷെ അത് അറിയപ്പെട്ടത് സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഓണം കാലത്ത് ഒക്കെ ഈ പാട്ടുകൾ ഇറങ്ങുമ്പോൾ അതെല്ലാം ഒരുപാട് പാട്ടുകൾ ഇറങ്ങാറുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമോ ഒക്കെയാണ് അല്ലെ? ഇപ്പൊ ഈ പാട്ടിനും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സ്നേഹോപഹാരം ലഭിക്കാനൊക്കെ അതിന് കാരണം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ച് നേരത്തെ വീണ പറഞ്ഞ പോലെ തന്നെ പ്രശസ്തരായ ആളുകളൊക്കെ പാടിയ പാട്ടുകളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൂടൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ മൈക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ പാട്ടുകളെല്ലാം ഈ ആറ്റുകാൽ ഭഗവതിയെ പ്രകീർത്തിക്കുന്ന പാട്ട് നിരവധി ചിത്ര പോലുള്ള യേശുദാസിനെ പോലുള്ള ആളുകൾ പാടിയ പാട്ടുകളാണ്. അപ്പോൾ ഈ ചിത്രയൊക്കെ പാടി ഹിറ്റാക്കി വെച്ചിരിക്കുന്ന പാട്ട് എല്ലാവരുടെയും നാവിൻ തുമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രസിദ്ധമായ ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ കൂടി ഒന്ന് ആറ്റുകാലിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ ഒരു പാട്ട് കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെന്താ, തീർച്ചയായും. ഞാൻ ദേവി അംബികെ തുടങ്ങുന്ന ഗാനം. ദേവി അംബികേ മഹദർശനം തരൂ ജഗദംബേ, ഇന്നും ആറ്റുകാൽ വാഴുമമ്മേ ശ്രീദേവി അംബികേ മഹദർശനം തരൂ ജഗദംബേ, ചോറ്റാനിക്കര ഭഗവതിയുടെ കാര്യം കൂടെ പറയണം. നമ്മൾ മകൻതൊടലാണ്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാം ഒന്ന് തന്നെയാണ്. പല ഭാവത്തിൽ പലയിടങ്ങളിലായി ഉണ്ട്. ചോറ്റാനിക്കരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മകൻ തൊഴാൻ നിൽക്കുന്നു. ഇവിടെ ആറ്റുകാൽ നാളെ പൊങ്കാല. അതുകൊണ്ട് ചോറ്റാനിക്കര അമ്മയെ പറ്റിയും കൂടെ ഒരു പാട്ട് ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടത്തില്ലായിരിക്കും അല്ലേ? ഞാൻ ദേവിയെ പറ്റി തന്നെയുള്ളൊരു, ദേവിയുടെ പല ഭാവങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബക്ഷേത്രവും വെള്ളൂർക്കോണം കാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അടുത്ത മാസം ഉത്സവമാണ്. അതും ഭദ്രാദേവിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദേവിക്ക് വേണ്ടിയിട്ടൊരു സ്തുതി പാടാം. പാടിയ ഹിറ്റ് പാട്ടാണ്. എൻ്റെ ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണിത്. ഈ പാട്ടുകാരിൽ ആരുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക? എല്ലാ പാട്ടുകാരും കഴിവുള്ളവരാണ്, എന്നാലും ആരുടെ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെയുണ്ടോ? ഉറപ്പായിട്ടും ചിത്രമ്മയുടെ പാട്ടുകൾ തന്നെയാണ് നമ്മുടെ ഒരു ജനറേഷനിലെ ഏറ്റവും ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ചിത്രമ്മയുടെ സോങ്സ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്നിരുന്നാലും ശ്രേയാജിയുടെ പാട്ടുകൾ ഇഷ്ടമാണ്, ദാസേട്ടൻ, പിന്നെ ഇപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ സാറ് ഒക്കെ. ഇവരുടെ ഈ പാട്ടുകാരുടെ അറിയപ്പെടുന്ന പാട്ടുകാരുടെ നിരയിൽ കൂടെ നിന്ന് പാടാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയുണ്ട്?
MG സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ അതേത് പാട്ടാണ് അദ്ദേഹത്തിനൊപ്പം പാടിയത്? അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു മെലോഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ ക്വയറിൻ്റെ ഭാഗമായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ രവിശങ്കർ ചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, മണക്കാട് ഗോപൻ സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. എന്താ സ്വപ്നം ഈ ഗാനരംഗത്ത്? എനിക്ക് ഇങ്ങനൊരു കാര്യം, അതെൻ്റെ ഒരു സ്വപ്നമാണ്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങുന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഗാനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ പാടുന്നു ഞാനിന്ന്, അല്ലെങ്കിൽ നേരത്തെ പാടിയ ദേവി അംബിക, അതുപോലത്തെ ഗാനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ പാട്ടിൻ്റെ ഒരു ശബ്ദമായി മാറണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. സിനിമ പിന്നണി ഗായികയാവുക എന്ന ആഗ്രഹം എല്ലാ ആർട്ടിസ്റ്റിനും ഉള്ളതുപോലെ ആഗ്രഹം തന്നെയാണ്. ചെറിയ ചെറിയ രീതിയിൽ കോറസൊക്കെ ഇപ്പോൾ പാടുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ച്. ഗുരുക്കന്മാരുടെയൊക്കെ കൂടുതൽ മെലഡി ആണ് അല്ലേ? മെലഡി. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുകയാണല്ലോ, അപ്പോൾ കച്ചേരികൾ നടത്തുക അങ്ങനെയുണ്ട്? ഞാൻ കച്ചേരി അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കൂടുതലും ലൈറ്റ് മ്യൂസിക് ഫീൽഡിലോട്ട് തന്നെയാണ്, ലൈറ്റ് മ്യൂസിക് തന്നെയാണ് എന്നും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചിത്ര ചേച്ചി ഒരു തവണ ചിത്ര ചേച്ചിയുടെ പിറന്നാളിന് ഗസ്റ്റായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ് രാവിലെ ചിത്ര ചേച്ചിയോട് പാടാൻ പറയുക? ചിത്ര ചേച്ചി അന്ന് ടെലിയിലായിരുന്നു, ചിത്ര ചേച്ചി അന്ന് ചികിത്സയിലാണ്. ഞങ്ങളിങ്ങനെ വളച്ചു വന്നപ്പോൾ ഞാനൊരു പാട്ട് പാടണം, അതങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. ഗായികമാരോട് നമുക്കതല്ലേ, ഗായകൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതാണ്, നിങ്ങൾ പാടി കേൾക്കുക എന്ന് പറയുന്നത്. മാളവിക പാടിയ ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള പാട്ട് ഞങ്ങൾ പ്രേക്ഷകരെ തുടക്കത്തിൽ കേൾപ്പിച്ചു, പക്ഷെ മാളവിക അത് തത്സമയം പാടിയില്ല. അത് കേൾക്കാൻ ഒന്നുകൂടി ആഗ്രഹം. ഉറപ്പായിട്ടും. അപ്പോൾ അഖില ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ അനന്തപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദേ കൈ തൊഴുന്നേ. അനന്തപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദേ കൈ തൊഴുന്നേ. അഖില ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ. നമുക്ക് മാളവികയ്ക്ക് നിരവധി പ്രേക്ഷകർ നന്മകളും ആശംസകളും ഒക്കെ ഓൺലൈനിൽ നേരുന്നുണ്ട്. പ്രേക്ഷകർ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആകാശവാണി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ പഴയ തലമുറ കേട്ടുകൊണ്ടിരുന്നത് പഴയ ലളിത ഗാനങ്ങളാണ്. ആ ഗാനങ്ങളിലൂടെയാണ് ഈ പാട്ടിലേക്കുള്ള ആകർഷണമൊക്കെ വരുന്നത്. അത് MG രാധാകൃഷ്ണനെ പോലുള്ള നിരവധി ആളുകൾ, പ്രഗത്ഭരായ ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ അക്കാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അക്കാലത്ത് ഏറ്റവും കൂടുതൽ പാടി നടന്നിരുന്ന ഒരു ലളിതഗാനത്തിൻ്റെ കുറച്ച് വരികളോട്. ഓക്കെ, ഞാൻ ഓടക്കുഴലേ എന്നുള്ള ഗാനം ഇതിനു വേണ്ടി പഠിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു പാട്ട് സുമശരനുണരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ MG സാറ് തന്നെയാണ് അത് പാടിയേക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് ഗായത്രി ജ്യോതിഷ് ചേച്ചിയാണ്. അപ്പോൾ അതൊന്ന് രണ്ട് വരി പാടാം. സുമശരനുണരും യമുനാ പുളിനം സുരത സുഖാലസവിജനം. സുമശരനുണരും യമുനാ പുളിനം സുരത സുഖാലസവിജനം. രാഗവതി അനുരാഗവതി രാഗവതി അനുരാഗവതി രാസലീലാലോലേ രാധേ രാസലീലാലോലേ. സുമശരനുണരും യമുനാ പുളിനം. ചന്ദ്രമോഹൻ എന്ന പ്രേക്ഷകൻ പറയുന്നു അമ്മയുടെ പാട്ട് എന്നും ഓർമ്മയിൽ നിൽക്കും. ഉഷാനെല്ലൂർ പറയുന്നു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. ഉഷാനെല്ലൂർ പോലെയുള്ള പ്രേക്ഷകർ പറയുന്നു അമ്മയുടെ പാട്ട് മാത്രമല്ല മാളവികയുടെ ശബ്ദവും പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകണം, സ്ഥിരമായി കേൾക്കണം, പ്രോത്സാഹിപ്പിക്കണം അല്ലേ? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഗാനം കേൾക്കുക. ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ആറ്റുകാൽ അമ്മയുടെ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ പാട്ടിൻ്റെ
നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ഒത്തിരി പേര് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. എനിക്കിങ്ങനെ ഒരു നല്ലൊരു പാട്ടിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ബെൻസൺ ക്രിയേഷൻസിന്, സുനീഷേട്ടനും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എല്ലാവരും ഈ പാട്ട് ആസ്വദിക്കുക. യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കാൻ കഴിയട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങനെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും മാളവിക, വളരെ നന്ദി. ഇന്ന് ഇവിടെ ഈ സംഗീതമയമാക്കിയതിനും ഭക്തിസാന്ദ്രമാക്കിയതിനും രണ്ടിനും വളരെ നന്ദി. അതിഥിയായി എത്തിയതിന് ജനം ടിവിയുടെ കുടുംബത്തിൻ്റെ വകയായി നന്ദി. പൊങ്കാല ആശംസകൾ മുൻകൂട്ടി നേരുന്നു.